മസ്കറ്റ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സമീൽ എന്ന് പറയുന്നത്. ഇത് ഉയർന്ന പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സമീൽ. മസ്കറ്റിൽ നിന്നും ഏകദേശം ഇങ്ങോട്ട് 50 കിലോമീറ്റർ അകലെയാണ് ഈ സമീൽ എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ താഴ്വരയായ വാദി സമീൽ 55 ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ആയിട്ട് ഏകദേശം 40,000 ജനസംഖ്യയാണ് ആകെ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. സമീലിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ബിദ്ബിത് വിലായത്തും സ്ഥിതി ചെയ്യുന്നു. തെക്ക് ഭാഗത്ത് ഇസ്കി, കിഴക്ക് മുദൈബി, പടിഞ്ഞാറിൽ നഗിൽ, അൽ ജബൽ, അൽ അക്തർ അങ്ങനെയുള്ള പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സമീൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ പഴയ കോട്ടകൾ അങ്ങനെയുള്ള ഈ നിർമ്മിതികളെല്ലാം ഏകദേശം 100 കണക്കിന് വർഷം അധികം പഴക്കമുള്ള കെട്ടിടങ്ങളും അതിൻ്റെ എല്ലാം നിർമ്മിതികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സമീലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ അറബ് നാടായിട്ടാണ് ഈ സമീൽ അറിയപ്പെടുന്നത്. ഇസ്ലാമിക പ്രവാചകൻ്റെ ജീവിതകാലത്ത് ആദ്യത്തെ ഒമാനിയായിരുന്നു മാസിൻ ബിൻ അൽ ഗാഡൂബ എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഒരു പള്ളി സ്ഥാപിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാക്കി കണക്കാക്കപ്പെടുന്നത്. മസ്ജിദ് മാസിൻ, മസ്ജിദ് അൽ മിദ്മർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചരിത്രപരമായിട്ട് ഈ സമീലിനെ നോക്കുകയാണെങ്കിൽ ഒമാനിനും തീരപ്രദേശങ്ങളും അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ആശയവിനിമയത്തിനും വ്യാപാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇടനാഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ് ഈ സമീൽ. കുന്തിരിക വ്യാപാരത്തിനായിട്ട് ഈ സമീൽ പാതകളെല്ലാം ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇസ്ലാമിക നാഗരികത കെട്ടിപ്പടുക്കുന്നതിലും യുഗങ്ങളിലുടനീളം ശ്രേഷ്ഠമായ വിശ്വാസത്തെ സേവിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചിരിക്കുന്ന നിരവധി ഇമാമുകൾ, അതുപോലെ പണ്ഡിതർ, നിയമജ്ഞർ അങ്ങനെയുള്ളവരുടെ എല്ലാം ജന്മദേശമായിട്ടും ഈ സമീലിനെ കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഇങ്ങനെയുള്ള നിരവധി കോട്ടകളുണ്ടെങ്കിലും ഇതെല്ലാം ആരാണത് നിർമ്മിച്ചതെന്നെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാവ് ആരാണെന്നും ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള കോട്ടകളെല്ലാം പുതുക്കിപ്പണിത അവസാന വ്യക്തി ഇമാം നാസർ ബിൻ മാർഷദ് അൽ യാറൂബി ആയിരുന്നു എന്നാണ് ഒരു പറയപ്പെടുന്നത്. പക്ഷേ ഈ സമീലിൽ ഏകദേശം 115 കൊട്ടാരങ്ങളും കോട്ടകൾ, ഗോപുരങ്ങൾ അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് നഗരമധ്യത്തിലിരിക്കുന്ന സമീൽ കോട്ട. പിന്നെ ഇവിടെയുള്ള വീടുകളെല്ലാം വളരെ ഇടുങ്ങിയ വഴികളുള്ള വീടുകളാണ്. അതായത് ഉൾഗ്രാമങ്ങളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകുന്ന രീതിയിലുള്ള റോഡുകളാണ് ഉൾനാടൻ സമീലിലെ വീടുകളും അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക. അടുപ്പിച്ചുള്ള വീടുകളും പുരാതന വീടുകളും നൂതനമായിട്ടുള്ള രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ സമീൽ. കാരണം നിരവധി ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് നിരവധി കൃഷികളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈന്തപ്പന, വാഴ, സ്ട്രോബെറി അങ്ങനെയുള്ള കൃഷി രീതികളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഏകദേശം പറയുന്നത് 100-200 ജലസേചനത്തിനായിട്ടുള്ള ചെറിയ കനാലുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ഉൾനാടൻ സമീലിലെ പ്രദേശങ്ങളിൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് പഴയ രീതിയിലുള്ള വീടുകളാണ്. പുതുക്കിയ അതല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള വീടുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുമെങ്കിലും കൂടുതലും പഴയ രീതിയിലുള്ള മൺവീടുകളും അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള വീടുകളും അങ്ങനെയുള്ള വീടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. സമീൽ എന്ന് പറയുന്ന സ്ഥലത്ത് ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 40,000 ഉള്ളൂ എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇടുങ്ങിയ വഴികളാണ്. അതായത് ഒരു കാറ് വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് വരികയാണെങ്കിൽ
നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള വഴികളാണ് കൂടുതലും ഇവിടെ ഈ ഉൾനാടൻ സമൽ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ടൗൺ തന്നെയാണ് സമയൽ ടൗൺ എന്ന് പറയുന്നത്. പക്ഷേ ഇത് അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളായ കാരണമാണ് ഇവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്തത്. അതുകൊണ്ട് ആ കാറ് വന്ന സമയത്ത് തിരിച്ച് പോകണമെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. ആ കാറ് റിവേഴ്സ് പോവുക അല്ലെങ്കിൽ വരുന്ന കാറ് റിവേഴ്സ് തിരിച്ചു പോവുകയാണെങ്കിൽ മാത്രമേ വഴിയുള്ളൂ. എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് ഈ സമയമില്ല ഉൾനാടൻ പ്രദേശങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കൃഷിയൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഈന്തപ്പനയാണ് മെയിനായിട്ട് ഉള്ള കൃഷി. അത് ഏക്കർ കണക്കിന് നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്ക് പോകുന്ന റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള വഴിയാണ്. ഇതാണ് ആ വില്ലേജിലോട്ടുള്ള കയറാനുള്ള എൻട്രൻസ്. ഇതാണ്. ഇവിടെയുള്ള വീടുകളെല്ലാം കുറച്ച് വലിയ വീടുകളും അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള നിർമ്മിച്ചതൊക്കെ ആയിട്ട് തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമയലിൻ്റെ പ്രത്യേകത ചുറ്റും പർവ്വതങ്ങളാണ് കേട്ടോ. ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ കൂടുതൽ നമുക്ക് ഈ മലകളും പർവ്വതങ്ങളും അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഒരു പാർക്കുണ്ട്, സമയൽ പാർക്ക് പറഞ്ഞ ഒരു പാർക്കുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കോട്ടയുണ്ട്. അങ്ങനെ നിരവധി കാഴ്ചകളെല്ലാം കാണാൻ നിരവധി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ കണ്ടോ, ഈ വീടുകളെല്ലാം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്നത് വളരെ പഴക്കം ചെന്ന വീടുകളാണ്. ഇതൊക്കെ ഈ വീടുകൾക്കൊക്കെ ഏകദേശം 100 വർഷത്തിനധികം പഴക്കമുള്ള വീടുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. കോൺക്രീറ്റ് റോഡുകളാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ കഴിയുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.